ഹലോ, എല്ലാവർക്കും ബോ ആൻഡ് ബട്ടൺസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ഡോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പോപ്സിക്കിൾ സ്റ്റിക്ക് വേണം, ഒരു സ്പൂൺ വേണം, പിന്നെ ഡോളിൻ്റെ ഡ്രസ്സിനും ഹെഡ് പോർഷനും വേണ്ടി ഫാബ്രിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വുളൻ ത്രെഡും വേണം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ സ്പൂണിലോട്ട് ഈ പോപ്സിക്കിൾ സ്റ്റിക്ക് ഹാഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പൂണിൻ്റെ ആ ലോവർ പോർഷനിലും നമ്മൾ ഒരു പോപ്സിക്കിൾ സ്റ്റിക്ക് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡോളിൻ്റെ ഹെഡ് പോർഷനിൽ ഒരു ഓവൽ ഷേപ്പിൽ ഫാബ്രിക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. സ്പൂൺ കമത്തിയാണ് വെക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പോപ്സിക്കിൾ സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൈയുടെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് തുണി എക്സസ് ഉണ്ടാവും, അത് നമുക്ക് ബാക്കിലോട്ട് വലിച്ചു ഒട്ടിക്കാം. ഇനി ഡോളിൻ്റെ ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. നമ്മളൊരു റെക്റ്റാങ്കുലർ പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ആ പോപ്സിക്കിൾ സ്റ്റിക്കിൻ്റെ വീതിയിൽ വേണം ഹോൾ ഇടാനായിട്ട്, ഒത്തിരി വലുതായി പോകരുത്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡോളിൻ്റെ കൈയിലോട്ട് നമുക്ക് ഡ്രസ്സ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഡ്രസ്സിൻ്റെ ഫ്ലീറ്റ്സ് ഒന്ന് കറക്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കിലും സ്റ്റിക്ക് ചെയ്യണം, ഫ്രണ്ടിലും ആ ഫ്ലീറ്റ്സ് ഒന്ന് ഇരിക്കാനായിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, നമ്മളിപ്പോൾ ഒരു ലേസ് വെച്ച് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലീറ്റ്സൊക്കെ ഉള്ളിൽ പൊക്കോളും, ഒന്നും കാണില്ല. നമ്മൾ ഡോളിൻ്റെ ഹെയർ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് വുളൻ ത്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇനി ഡോളിൻ്റെ ഒരു ക്യാപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഹെഡ് ബാൻഡ് പോലെ വെക്കുന്നുണ്ട്. ഒരു പഴയ ഡ്രസ്സിൻ്റെ ഒരു പൈപ്പിംഗ് തുണിയാണ് ഞാൻ ഡോളിന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഡ്രസ്സിന് ചേരുന്ന ഒരു കളറ് സെലക്ട് ചെയ്യാൻ നോക്കുക. കണ്ടോ, ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് എക്സസ് ആയിട്ട് വരുന്നത് നമുക്ക് ബാക്കിലോട്ട് ഒട്ടിച്ച് കുറച്ചും കൂടെ ഭംഗിയാക്കാം. ഇനി ഡോളിന് പിന്നിയ മുടിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 3 സ്ട്രാൻഡ്സ് എടുക്കുക. എന്നിട്ട് ആദ്യം ഒരു ചെറിയ കെട്ടിട്ടിട്ട് സാധാരണ മുടി പിന്നണ പോലെ പിന്നി കൊടുക്കാം. അത് അവസാനിക്കുന്നിടത്ത് ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കാം. മുടിയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കുറച്ചും കൂടെ ഭംഗിയാക്കാം. അതേപോലെ ഇനി 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഞാൻ ഓരോ ബട്ടൺസ് വീതം ഹെയറിൻ്റെ അറ്റത്ത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്യൂട്ട് ലുക്ക് കിട്ടും. അപ്പുറത്തെ സൈഡിലും ഇതേപോലെ സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഡോളിൻ്റെ കണ്ണും വായെല്ലാം വരച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വരയ്ക്കുക കേട്ടോ. അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പെർമനൻറ്റ് മാർക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡോൾ റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്